ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒത്തിരിയേറെ പ്രതീക്ഷകളും ഒത്തിരിയേറെ സ്വപ്നങ്ങളുമൊക്കെയുണ്ട്. ഒത്തിരിയേറെ ആഗ്രഹങ്ങളുമായിട്ടാണ് ദൈവസന്നിധിയിൽ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. തീർച്ചയായും ഇത് അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഹൃദയം ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, ഒത്തിരിയേറെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഒരു കണ്ണുനീരിൻ്റെ അനുഭവം നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഇപ്പോൾ ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോർത്ത്, ജീവിത പങ്കാളിയെക്കുറിച്ചോർത്ത്, ഭാവിയെക്കുറിച്ചോർത്തൊക്കെ നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠാകുലരായിരിക്കാം. പ്രിയ മകനെ, മകളെ, ഈ രാത്രിയിൽ ദൈവം നിന്നോട് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ വചനം നമുക്ക് അടുത്തിരിക്കുന്ന സഹോദരന്റെ കരം പിടിച്ച് ഒരു അഭിഷേകമായി മാറുന്നതിന് വേണ്ടി പരസ്പരം നമുക്കൊന്ന് പറയാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം മറന്ന് എൻ്റെ മകനും മകളും എന്നെ ഒന്ന് ആരാധിക്കുന്നത് കാണുവാനായിട്ടാണ്. സർവവും മറന്ന് എൻ്റെ മക്കൾ എന്നെ ഒന്ന് ആരാധിക്കുന്നത് കാണുവാനായിട്ടാണ് ദൈവം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ ദൈവം ചൊരിഞ്ഞിട്ടുണ്ട്. അവൻ്റെ അളവില്ലാത്ത സ്നേഹം നമ്മിലേക്ക് ചൊരിഞ്ഞിട്ടില്ലേ? ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാവാം, എൻ്റെ ദൈവം എന്നെയൊന്ന് ഓർമ്മിക്കുന്നു പോലുമില്ലല്ലോ. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം തിരുവചനം, സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേൽ അവന്റെ പിതാവായ ദൈവത്തെ നോക്കി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവൻ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ ഒരു നാളും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, അങ്ങയെ സ്നേഹിക്കുന്നവരെ ഒരു നാളും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിന് അവന്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു, അവന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയിരുന്നു. പക്ഷേ ഹബക്കൂക്ക് പ്രവാചകനെ അയച്ച് ദൈവം അവന് ഭക്ഷണം കൊടുത്തപ്പോൾ അറിയാതെ ദാനിയേലിന്റെ ഹൃദയം ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, നീ എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ ഒരു നാളും നീ ഉപേക്ഷിക്കുകയില്ലല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, എത്രയോ നന്മകൾ, തകർന്നു പോകാമായിരുന്ന എത്രയോ അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം നിന്നെ താങ്ങി നിർത്തിയില്ലേ? ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താമോ? നല്ലവനായ ദൈവത്തിന്റെ മുഖം നീ ഒന്ന് ദർശിക്കുക. ഇപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് അളവില്ലാത്ത നന്മകൾ ചൊരിഞ്ഞ, അളവില്ലാത്ത സ്നേഹം വർഷിച്ച ആ ദൈവത്തെ കണ്ടുകൊണ്ടെന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ അവനെ വിളിക്കുക. എന്റെ യേശുവേ എന്നൊന്ന് വിളിക്കുക, എന്റെ യേശുവേ എന്നൊന്ന് വിളിക്കുക. മനമുരുകിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 എന്റെ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് നമുക്ക് ആരാധിക്കാം. യേശുവേ, യേശുവേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് യേശുവേ,
യേശുവിനെ വിളിക്കുക. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നല്ല ദൈവത്തിന്റെ മുഖം മനസ്സിൽ നീ കാണുക. നിന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ ഈ നിമിഷങ്ങളിൽ സ്നേഹിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നീയുമൊന്ന് സ്നേഹിക്കുക. അവന്റെ സ്നേഹം ഇപ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് അവൻ ഒഴുക്കും, നിന്റെ കുടുംബത്തിലേക്ക് അവൻ ഒഴുക്കും, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് അവൻ നിന്റെ സ്നേഹം പകരും. ആ ഇസ്രായേലിൻ രാജാവിനെ പാടി നമുക്ക് ആരാധിക്കാം. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്നേഹത്തോടെ അവനെ വിളിക്കുക. സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. ഓർത്തു നോക്കിക്കേ, എത്രയോ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ നീ കടന്നുപോയിട്ടുണ്ട്. എത്രയോ മരണകരമായ സാഹചര്യങ്ങളിലൂടെ നീ കടന്നുപോയിട്ടുണ്ട്. അവിടെയെല്ലാം നിന്നെ സ്നേഹിക്കുന്ന ആ പൊന്നു തമ്പുരാൻ അവന്റെ കരം കൊണ്ട് നിന്നെ താങ്ങിയെടുത്തില്ലേ? നീ അപകടത്തിൽ പെട്ടുപോകാമായിരുന്ന സാഹചര്യത്തിൽ ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് ചിന്തിച്ച നാളുകളിൽ അവൻ തന്റെ അത്ഭുതകരമായ കരം നീട്ടി നിന്നെ കോരിയെടുത്തില്ലേ? അതേ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നെ താങ്ങി നിർത്തുന്ന നല്ല ദൈവം, അവനെ വീണ്ടും ആരാധിക്കാം. സ്നേഹത്തോടെ അവന്റെ നാമം വിളിച്ച് നമുക്ക് ആരാധിക്കാം. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യാൻ ബലമെന്നും നൽകിയതാ. ഉയർത്തി യേശുവിനെ വിളിക്ക. യേശുവേ, എന്റെ യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ.
അളവില്ല സ്നേഹത്തിനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തിയോടെ അവനെ ഒന്ന് വിളിക്കാമോ? നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്റെ മക്കളിലേക്ക് ഇതാ കടന്നു വരുന്നു. അവൻ നിന്നെ ഓർമ്മിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. കണ്ണുനീരോടെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അവർക്ക് യേശു സമീപസ്ഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ വീണ്ടും നമുക്ക് ആരാധിക്കാം. നിന്റെ ജീവിത യാത്രയിൽ അനേകര് നിന്നെ പഴിച്ചിട്ടുണ്ടാവാം. നീ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. നിന്റെ ജീവിത പങ്കാളി നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. നിന്റെ സ്നേഹിതർ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. ഓർക്കുക പ്രിയപ്പെട്ട മകനെ, മകളെ, അവരുടെ എല്ലാം മുൻപിൽ നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. അവരുടെ മുൻപിൽ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവമാണ് നിന്റെ ദൈവം. ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് അവനെ ആരാധിക്കാം. പഴിക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മാനിച്ചുയർത്തി എന്നെ സ്നേഹിച്ച ദൈവമേ. പഴിക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും വീഴ്ചയൊരുക്കി എന്നെ മാനിച്ച സ്നേഹിതനേ. കരങ്ങളുയർത്തി ജീവനോടെ സ്നേഹത്തിനാ നന്ദി, നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ. ഇത്രയധികമായി നിന്നെ സ്നേഹിക്കുന്നു ആ നല്ല ദൈവത്തിന് എന്താണ് നമുക്ക് പകരമായി കൊടുക്കുവാൻ സാധിക്കുക? അവനോട് നമുക്ക് ഏറ്റുപറയാം, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതകാലം മുഴുവൻ നീ എനിക്ക് നേടിത്തന്ന രക്ഷയെ അനേകർക്ക് ഞാൻ പങ്കുവെച്ചു കൊടുക്കും. എൻ്റെ ആയുസ് മുഴുവൻ നിനക്കുള്ളതാണ്. എൻ്റെ ജീവിതം മുഴുവൻ നിനക്കുള്ളതാണ്. ലോകത്തിൻ്റെ അതിരുകളോളം നിന്നെ പ്രഘോഷിക്കുവാൻ, അനേകർക്ക് നീ നേടിത്തന്ന ആ രക്ഷയെ പകർന്നു കൊടുക്കുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സമർപ്പണമുള്ളൊരു ഹൃദയത്തോടെ വീണ്ടും നമുക്ക് അവനെ ആരാധിക്കാം. എന്തു ഞാൻ പകരം നൽകും? ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. എന്തു ഞാൻ പകരം നൽകും? ആയിരം പാട്ടുകളോ ജീവിതകാലം മുഴുവൻ ജീവകാലം മുഴുവൻ നിന്റെ രക്ഷയെ ഞാൻ ഉയർത്തിടും. രക്ഷയെ
ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി സർവശക്തിയോടെ കരങ്ങളെ വീശി സ്നേഹത്തിനാ പ്രിയപ്പെട്ടവരെ, 78-ാം സങ്കീർത്തനം 29-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അവർ ഭക്ഷിച്ച് സംതൃപ്തരായി, അവർ ഭക്ഷിച്ച് സംതൃപ്തരായി, അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി. അവർ ഭക്ഷിച്ച് സംതൃപ്തരായി, അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നീ കൊതിച്ചു പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. അത് നിന്റെ ജീവിതത്തിൽ ദൈവം ഈ മണിക്കൂറിൽ സാധ്യമാക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അവനെ ആരാധിക്കുവാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പഴയ നിയമത്തിൽ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കവിടെ ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കും, ദാവീദ്. ദാവീദിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അവൻ ദൈവത്തോട് ചേർന്ന് നടന്ന മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദൈവം ദാവീദിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളായി മാറണം. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളായി രൂപാന്തരപ്പെടണം. അതിന് ഒറ്റ മാർഗമേയുള്ളൂ. ദാവീദിനെ പോലെ സർവശക്തിയോടെ ദൈവത്തെ എല്ലാം മറന്ന് ആരാധിക്കണം. തന്റെ എല്ലാ വിജയത്തിലും തന്റെ എല്ലാ കഷ്ടതകളിലും ദാവീദ് ദൈവത്തോട് ചേർന്ന് നിന്ന് ആരാധിച്ചു. അവൻ തന്റെ സർവ്വ മഹത്വത്തിലും സർവ്വസമ്പന്നതയിലും എല്ലാ പ്രൗഢിയിലും എല്ലാം മറന്ന് തന്റെ അനുചരന്മാർക്കൊപ്പം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ ഈ നിമിഷങ്ങളിൽ നമുക്കും പാടി ആരാധിക്കാം. സർവശക്തിയോടെ കരങ്ങളടിച്ച് സർവമഹത്വത്തോടെ ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കരങ്ങളടിക്കാം.
പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് കർത്താവിൽ ആനന്ദിച്ച് ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും ഹല്ലേലൂയാ മഹത്വം കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ ഹല്ലേലൂയാ മഹത്വം ചേർന്ന് പാടിയേ ദാവീദെ പോലെന്നും നൃത്തം ചെയ്തേ ഹല്ലേലൂയാ മഹത്വം ആമേൻ കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഹല്ലേലൂയാ മഹത്വം ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം കരങ്ങളൊന്ന് കോർത്ത് പിടിച്ചേ കൈകളൊന്ന് കോർത്ത് പിടിച്ചേ കൈകൾ നാടി കരങ്ങൾ കോർത്ത് ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയാ മഹത്വം യേശു മാത്രം നീ മാത്രം ആരാധ്യനെന്നും കർത്താവ് ഹല്ലേലൂയാ മഹത്വം ആമേൻ ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയാ മഹത്വം നീ മാത്രം ആരാധ്യനെന്നും കർത്താവ് ഹല്ലേലൂയാ മഹത്വം കരങ്ങളുയർത്തി ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം വീണ്ടും കരങ്ങൾ കോർത്ത് പിടിച്ച് കരങ്ങൾ കോർത്ത് പിടിച്ച് പരസ്പരം നോക്കി ചിരിച്ച് ഹല്ലേലൂയ അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റി ഹല്ലേലൂയാ മഹത്വം ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ ഹല്ലേലൂയാ മഹത്വം അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റിയോ ഹല്ലേലൂയാ മഹത്വം ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ ഹല്ലേലൂയാ മഹത്വം ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം Glory, glory. ഇരുവശങ്ങളും കൈയടിച്ച് നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കൈയടിച്ചല്ലോ കർത്താവിനെ ആനന്ദിച്ച് ആമേൻ. ആമേൻ. കൈകളൊന്ന് വീശി. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയാ മഹത്വം നീ മാത്രം ആരാധ്യനെന്നും കർത്താവ് ഹല്ലേലൂയാ മഹത്വം ചെറുപടിയെ. ആമേൻ. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയാ മഹത്വം നീ മാത്രം ആരാധ്യനെന്നും കർത്താവ് ഹല്ലേലൂയാ മഹത്വം കരങ്ങളുയർത്തി ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം
നിറച്ചിടുന്നു കർത്താവിനെന്നും മഹത്വം ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്നു കർത്താവിനെന്നും മഹത്വം കരങ്ങളെ വാഴ്ത്തി ലാ 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 ഹല്ലേലൂയ സർവശക്തിയോടെ അവനെ ആരാധിക്കാം. കർത്താവിനെന്നും മഹത്വം ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്നു കർത്താവിനെന്നും മഹത്വം കരങ്ങളുയർത്തി സ്തുതിക്കാം ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ശക്തിയോടെ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നന്ദി, ആരാധന, 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 ആരാധന. മഹത്വം, കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് ഉറക്കെ വിളിക്കുക. യേശുവേ എന്ന് ഉറക്കെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല, 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 ഹല. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്ന കർത്താവിനെന്നും മഹത്വം ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്ന കർത്താവിനെന്നും മഹത്വം Praise the Lord. Hallelujah. Hallelujah. Hallelujah.